ടാക്സ് കൺസൾട്ടന്റ് ജോലി ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിനായി ജീവിതമർപ്പിച്ച ആലുവായിലെ ഡൊമിനിക്. അനേകർക്ക് ആശ്വാസമായി മാറിയ ആശ്വാസാലയത്തിൻ്റെ തുടക്കക്കാരനും തുടർച്ചക്കാരനുമായ ഇദ്ദേഹം യേശു കാണിച്ചു കൊടുത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ദൈവാനുഭവം ഇതാ. 1999 ഒരു നവീകരണ ധ്യാനമായിരുന്നു. നവീകരണ ധ്യാനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ യേശു ഏകരക്ഷകനും ലോകരക്ഷകനുമാണ് എന്ന് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അത്രയും നാളും പ്രവർത്തിച്ച മറ്റു പദങ്ങളുമായിട്ട് ഒത്തൊരുമിച്ച് പോയ കാര്യങ്ങളെല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് സ്വന്തമായിട്ട് യേശുവിനെ തന്നെ ഈ ലോകം മുഴുവനുമുള്ള ജനത്തിന് കൊടുക്കണം എന്നുള്ളൊരു ബോധ്യം കിട്ടുന്നത് വഴിയായി കൂടുതൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുവാൻ സാധിച്ചു. ആദ്യമായി തന്നെ രോഗികളെ ശുശ്രൂഷിക്കുവാനാണ് ആലുവ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോയത്. അത് വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ശക്തമായ രീതിയിൽ അതിൽ മുന്നേറുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മകൻ്റെ മരണം എൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ശുശ്രൂഷ ജീവിതത്തിൽ വലിയ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു. മകൻ കൂടെ വന്നത് ബോധവൽക്കരണത്തിന് ആവശ്യമായ LCD പ്രൊജക്ടറും ലാപ്ടോപ്പും എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ കൂടെ വന്നതായിരുന്നു. എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തതിന് ശേഷം കുളിക്കുവാനായി ആറ്റിലിറങ്ങി. എന്നാൽ നിമിഷങ്ങൾക്കകം വെള്ളത്തിൽ പോയി മരിച്ചു എന്ന അറിവ് കിട്ടി. ആറ്റിലേക്ക് നോക്കിയിട്ട് ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്: ദൈവമേ, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എന്നാൽ ബോഡി ഒഴുകി പോകാതെ, കായലിലേക്ക് പോകാതെ അവൻ എവിടെ ചാടി അവിടെ തന്നെ ബോഡി കിട്ടണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ദൈവം ബോഡി ഒഴുകി പോകാതെ കൃത്യസ്ഥലത്ത് തന്നെ ബോഡി കിട്ടുവാൻ ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ 2-3 വർഷത്തിന് ശേഷം അതെല്ലാം പരിഹരിക്കപ്പെട്ടു. പ്രാർത്ഥനാപൂർവം കാത്തിരിപ്പായിരുന്നു അത്രയും വർഷം. ആ കാത്തിരിപ്പിലൂടെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിനേക്കാൾ ശക്തമായ രീതിയിൽ ശുശ്രൂഷ നയിക്കുവാൻ ദൈവം അനുഗ്രഹം തന്നു. പുതിയ ഒത്തിരി മിനിസ്ട്രികൾ ഓപ്പൺ ചെയ്തു. സുവിശേഷ പ്രഘോഷണത്തിനായി രൂപപ്പെട്ട ഈ ശുശ്രൂഷകൾ ആലുവ നഗരത്തിന് ഒരു അനുഗ്രഹമായി, രോഗികൾക്ക് ആശ്വാസമായി, തെരുവിൽ ദൈവകാരുണ്യമായി, പാവപ്പെട്ടവർക്ക് ആഹാരമായി. രക്ഷയുടെ അനുഭവം എല്ലാവർക്കുമുള്ളതാണെന്ന് ഇദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. ഇതുപോലെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ ആർക്കെല്ലാം സാധിക്കുന്നുവോ അവർക്കെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തി പറയുകയാണ്.